മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഹൈപ്പർ ഇപ്പോഴും പറയട്ടെ. എന്റെ കാരണം കൊണ്ടല്ല ഇന്നിവിടെ പാട്ട് പെർഫോം ചെയ്യാത്തത്. ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞു. ഇൻഷാല്ലാ നമുക്ക് വേറെ ദിവസം കാണാം, വേറെ ദിവസം കൂടാം. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എന്നെ വിശ്വസിച്ച് എന്നെ സ്നേഹിച്ചു വന്നവരാണ് നിങ്ങളെന്ന് എനിക്ക് അറിയാം. ഒരുപാട് സന്തോഷം വന്നതിന്. ഇൻഷാല്ലാ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു ആൾ. സൗദി അറേബ്യയിലെ ദമാമില് നമ്മുടെ അനാൻഷയുടെ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ഏകദേശം 2 മാസത്തോളമായിട്ട് ഇവർ പരസ്യം ചെയ്തിട്ട് ഒരുപാട് ആളുകളാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആള് വന്ന് പാട്ട് പാടിയില്ല. പാട്ട് പാടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ വീടുകളിലൊക്കെ ചെറിയ ബർത്ത്ഡേ പരിപാടിയിലൊക്കെ നമ്മളൊരു ബോട്ടിന്റെ ഒക്കെ ചെറിയ ബോക്സ് ഇല്ലേ, ഏകദേശം ഒരു 2.5 അടി നീളമുള്ള ബോക്സ് ഒക്കെ കൊണ്ടു വെച്ച് പാട്ടൊക്കെ പാടാറില്ലേ. ഈ ഒരു സെറ്റപ്പില് ഒരു വലിയ ഗായകനെ കൊണ്ട് പാടിപ്പിക്കാൻ ശ്രമിച്ചാൽ നടക്കില്ല. അതൊന്നും പോരാഞ്ഞിട്ട് എടോ മൊബൈൽ ഫോണിലേക്ക് കുത്താനുള്ള ഒരു ഓക്സ് പിൻ ഇല്ലേ, അതുപോലും അവിടുത്തെ സംഘാടകര് കൊണ്ടു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ലാപ്ടോപ്പിൽ മ്യൂസിക് ഒക്കെ ഇട്ട് പാടായിരുന്നു. പക്ഷെ ഊളത്തരം കാണിച്ച് ജനങ്ങളെയും പറ്റിച്ചിട്ട് എന്റെ പൊന്നെ എന്നിട്ട് ഹനാൻഷയുടെ തലയിലോട്ടാണ് എല്ലാവരും കയറുന്നത് എന്നുള്ളതാണ്. ഈ ഹനാൻഷയോട് ഒരു കൂട്ടം ആളുകൾക്ക് ഇഷ്ടമുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. അത് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഭയങ്കര അഹങ്കാരിയാണ് എന്ന രീതിയിലൊക്കെ ആളുകൾ പറയുന്നു. അതായത് മൈൻഡ് ചെയ്യാത്ത, അങ്ങനെ പല രീതിയിലുള്ള സംഭാഷണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഹനാൻഷ എന്ന് പറയുന്ന വ്യക്തി, അയാൾ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. അങ്ങനെ ഫേമസ് ആയ വ്യക്തിക്ക് അയാൾ തന്നെ പറയുന്നുണ്ട് ഒരു ചായക്കട പോയി ചായ കുടിക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളത്. ഇതൊരു അഹങ്കാരമായി നമ്മൾ കാണാൻ പാടില്ല ഒരിക്കലും. നിങ്ങൾ ആ ഒരു രീതിയിലേക്ക് ആയി തീരുമ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ നമ്മൾ ഒന്നുമല്ലാത്ത പക്ഷം നമുക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നെവർ മൈൻഡ്, എന്തിനാടാ നുണ പറയുന്നത് പറയും. പക്ഷെ അതല്ല, നിങ്ങളുടെ പ്രൈവസി മുഴുവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് എന്തായാലും ഹനാൻഷ ആ ഒരു പ്രോഗ്രാമിൽ അകത്ത് വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് കാണാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ കുടുംബ സംഗമത്തിൽ ഇതിലാണ് നല്ല വൈകി കിട്ടും. ചെറിയ കുഞ്ഞു സ്പീക്കറിന് റിപ്ലൈ എടുത്തിട്ട് എനിക്ക് പാടാൻ കഴിയില്ല. ഇങ്ങനെ പാടിയിട്ട് കാര്യം പറഞ്ഞു തോന്നുന്നു. എനിക്ക് ഈ സാധനം ഇങ്ങനെ കേൾക്കണില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു എനിക്ക് ഹെഡ്ഫോൺസ് വേണം. ഞാനൊരു പാട്ടുകാരൻ രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇയേഴ്സ് വേണം, നമ്മൾ പറയുന്ന മൈക്ക് വേണം, നമ്മൾ പറയുന്ന മോട്ടേഴ്സ് വേണം. അവസാനം സംഘാടകർ ഹനാൻഷയും തമ്മിലുള്ള പ്രശ്നമായി എന്നുള്ളതാണ്. ഹനാൻഷ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ളത്. പക്ഷെ അതൊന്നും അവർ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യാതെ ഇയാളെ കുറ്റം പറഞ്ഞ എന്താ കാര്യമുള്ളത്? പക്ഷെ അവിടെയുള്ള ജനങ്ങളുണ്ടല്ലോ, പ്രവാസികൾ, അവരെ സമ്മതിച്ചുട്ടാ. അവരെല്ലാവരും ഹനാൻഷ പറഞ്ഞ വാക്കുകൾ ചേർത്ത് വെച്ചു എന്നുള്ളതാണ്. ഹനാൻഷയുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തന്നെ അവർ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്ലിപ്പും കൂടി ഉണ്ട്. ഇവന്റ് ടീം ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ് ഇൻ പറഞ്ഞ സംഭവമുണ്ട്. ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് EP വേണം, മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം. ആ സാധനം പാട്ടിടുന്ന, ഞാൻ പറയാം, പാട്ടിട്ടിട്ട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അല്ല, അത് പാട്ട് ശബ്ദം കൂട്ടി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പിന്ന് പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അത് ഇവരല്ല, ഈ ഇവന്റ് ടീമിന്റെ പ്രശ്നമാണ്. അപ്പൊ ഈ ഇവന്റിൽ ഞാൻ പാടാതെ പോകാനുള്ള ഒരേ ഒരു റീസൺ ആ ഇവന്റുകാരാണ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പാടാൻ താല്പര്യമുണ്ട്. എന്നാൽ ഊളത്തരം കാണിച്ചിട്ട് ഊമ്പിക്കോ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലുള്ള ഉണ്ടായത്. ഹനാൻഷനെ അവിടെ വിളിച്ചു വരുത്തിയതാ. 2 മാസത്തോളം പ്രിപ്പയർ ആയ ഒരു പ്രോഗ്രാമിൽ വിളിച്ചു വരുത്തിയിട്ട് മറ്റടുത്ത പരിപാടി കാണിച്ച സംഘാടകരെ ഞാൻ എന്ത് പറയാനാണ്? ഊളത്തരം എന്നല്ല, അതൊന്നും പറയാനില്ല. അയാൾ പാട്ട് പാടാൻ തയ്യാറാണ്. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരം പ്രോഗ്രാമുകളിൽ എത്ര ഡെസിമലിന് മുകളിൽ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഇൻഡോറിലാണല്ലോ പ്രോഗ്രാം വെക്കുന്നത്. ഇൻഡോറിന് അതിൻ്റെതായ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൂടെ? എന്തിനാ ഔട്ട്ഡോറിൽ കൊണ്ടുപോയി വെക്കുന്നത്? അപ്പൊ ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഇതിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ വീഡിയോസ് മാത്രമേ റിയാക്ട് ചെയ്തിട്ടുള്ള കാര്യമായി ആരും ഷെയർ ചെയ്ത് തന്നതല്ല. അതുകൊണ്ട് തന്നെ ആളുകളുടെ കയ്യിൽ നിന്ന് ഫണ്ട് ശേഖരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. 6 മണി തൊട്ട് ഇവിടെ നിൽക്കുന്നതാണ്. നമ്മൾ അത്യാവശ്യം ഇവിടെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് ഭയങ്കര ഹനാൻഷയുടെ ഒരു കുറ്റം പറയാനില്ല. കാരണം അവൻ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞ് ഒരു കുത്താനുള്ള കേബിള് പോലും കുത്താനുള്ള കേബിള് പോലും ഇല്ലാതെയാണ് അവനോട് വിളിച്ചു വരുത്തിയത്. ഇതൊക്കെ വേറെ മോശം പരിപാടി കേട്ടോ, വേറെ മോശം പരിപാടിയാണ്. നിങ്ങൾ നോക്കണം, ഇത്ര ആൾക്കാർ നിങ്ങൾ നോക്കണം, ഇത്ര ആൾക്കാർ ഏകദേശം ഒരു 6 മണി തൊട്ട് ഇവിടെ ഉണ്ട്. ഇപ്പൊ സമയം ഒരു 8 മണി 9 മണി ആയിട്ടുണ്ട്. റിയാദിനൊക്കെ വന്നിട്ടുള്ള ടീംസാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര മണിയായപ്പോ ഇവിടെ ഞങ്ങൾ ഒരു 5:45 എത്തിയ ആൾക്കാരാണല്ലേ നിങ്ങളെല്ലാം? എന്തുണ്ട് അഭിപ്രായം? പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് ജനങ്ങൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്.
ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് നമ്മുടെ ഹനാൻ അവിടെ എത്തിയിട്ടുള്ളത്. അവസാനം മൂഞ്ചിച്ചു എല്ലാവരെയും, രണ്ടുപേരെയും. ആരെ മൂഞ്ചിച്ചത്? ഈ സംഘാടകരാണ്. ഇത്തരം സംഘാടകര് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരം രീതിയിലുള്ള പ്രവണത ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഒരു വേടന്റെ പ്രോഗ്രാം സംഘടിപ്പിച്ച് ഒരു ചളിയില് അവിടെ ആകെ പ്രശ്നമാവുന്നു, ഒരാൾ മരിക്കുന്നു, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അപ്പൊ സംഘാടകർക്ക് കഴിവില്ല എങ്കിൽ, അവർക്ക് കഴിയില്ല എങ്കിൽ ദയവ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കരുത്. ഇതൊരു ഊളപരിപാടിയാണ്. ഇപ്പൊ അദ്ദേഹത്തിനെ പോലും ഒരു നെഗറ്റീവ് ആവേണ്ട ഇരുന്ന ഒരു വിഷയത്തെ അദ്ദേഹം കൃത്യമായി കൈകാര്യം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നാണം കെടാതെ രക്ഷപ്പെട്ടിട്ടുള്ളത്. കുറച്ച് ആളുകൾ വളരെ വയലന്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒന്ന് കാണാൻ എന്തായാലും. ഈവന്റുകാരാണ് ഈ സംഭവം, ഈ പ്രശ്നം പരിപാടി നമ്മൾ നല്ല കോൺഫിഡൻസിലായിരുന്നു. അനൻഷ്യ വരുന്നത് നല്ല കളർ പരിപാടി ആയിരിക്കും. എവിടെയെന്നറിയില്ല, പരിപാടിക്ക് നല്ല പാളിച്ച സംഭവിച്ചു. പരിപാടി പ്രതീക്ഷകളോടെ വന്ന് ഞങ്ങൾ നിരാശരായി തിരിച്ചു. പരിപാടി നല്ല പരിപാടിയാണ്. അയ്യോ വളരെ പരിപാടി നടന്നെങ്കിലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ പരിപാടി എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, പരിപാടി നടന്നാലല്ലേ പരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. കറക്റ്റാണ്. അപ്പോ ഇനിയും ഊളത്തരം കാണിച്ച് ജനങ്ങളെ ഈമ്പിക്കാതിരിക്കുക, ഇതാണ് സംഘാടകരോട് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ഗായകനെ വിളിച്ചു വരുത്തിയിട്ട് അയാൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാതെ അയാളെ എന്താണ് നിങ്ങൾ വാക്കുമേലിൽ പാട്ട് പാടിപ്പിക്കാനാണ് എന്നൊക്കെ ശ്രമിച്ച്. ഇപ്പൊ എന്റെ വീട്ടിലിരിക്കുന്നുണ്ട് ആ ബോട്ടിന്റെ ആ ഒരു സാധനം. അതിപ്പോ നമ്മൾ ചെറിയ പരിപാടിയിലൊക്കെ ഉപയോഗിക്കുന്നത്. വീടിന്റെ മുറ്റത്ത് ചെറിയ പ്രോഗ്രാം വെക്കുന്ന, ഇപ്പൊ ന്യൂ ഇയർ വരാൻ പോകും, നമ്മുടെ വീടിന്റെ മുറ്റത്ത് അത് വെച്ചിട്ട് നല്ല പാട്ട് പാടും. അത് മതി, നമ്മളെ വീട്ടുകാർക്ക് അത് മതി, അത്യാവശ്യം നല്ല അടിപൊളിയിൽ കേൾക്കാം. പക്ഷെ എത്രയോ ജനങ്ങൾ വരുന്നതാണ്. അത്രയും ജനങ്ങളുടെ മുന്നിലേക്ക് ഈ കളിപ്പാട്ടം കൊണ്ടുവച്ചിട്ട് ഹനാനെ പാടറാന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണോ? നടക്കില്ല. നിങ്ങൾ ഇതേ സാധനങ്ങൾ വലിയ ഗായകന്മാരെ വിളിച്ചു വരുത്തി ചെയ്യില്ലല്ലോ. അതാണ്. അപ്പൊ ആളെ വിളിച്ചു വരുത്തി അപമാനിച്ചതിന് കൃത്യമായിട്ട് സംഘാടകർ തന്നെയാണ് അവിടുത്തെ ജനങ്ങളോടും പ്രവാസികളോടും ഇയാളോട് മാപ്പ് പറയേണ്ടത്. അയാൾക്ക് ചിലപ്പോൾ അതിന്റെ സാമ്പത്തികം കിട്ടിയിട്ടുണ്ടാവും, എന്നാൽ പോലും പക്ഷെ വളരെ മോശം എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു കലാകാരനെ വിളിച്ചു വരുത്തി അപമാനിപ്പിച്ചിട്ട് നാണം കെടുത്തിയിട്ട് ഓക്കെ എന്തെങ്കിലും ആവട്ടെ, പക്ഷെ ആളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വെറുതെ തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് ഇനിയും ആളെ തെറി വിളിക്കാൻ പോവാതിരിക്കുക. അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ദീപ് പോൾ സൈനിങ് ഓഫ്.